ജമ്മു കാശ്മീരിലെ ഉറിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ഇവരിൽ നിന്നും ആയുധങ്ങളും കണ്ടെത്തി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ജിൽബി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജിൽബി, എന്തൊക്കെയാണ് ഇതിന്റെ പുതിയ വിവരങ്ങൾ? അജിൻഷാദ്, കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജമ്മു കാശ്മീരിൽ വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. 6 ദിവസത്തിനിടെ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസം തന്നെ അവിടെ ഇപ്പോൾ ഭീകരാക്രമണങ്ങൾ ഇപ്പോൾ തുടർക്കഥയാവുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ജമ്മു കാശ്മീരിലെ ഉറിയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. സുരക്ഷാ സേന നടത്തിയ സംയുക്തമായ ഏറ്റുമുട്ടലിലാണ് ഈ ഭീകരരെ വധിച്ചിരിക്കുന്നത്. ഈ ഭീകരരിൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തിയെന്ന് ഇപ്പോൾ സുരക്ഷാ സേന അറിയിച്ചിട്ടുണ്ട്. ഇവർ ഈ വിവരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സുരക്ഷ നടത്തിയ തെരച്ചിലിന്റെ ഇടയിലായിരുന്നു ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ നടക്കുകയും 2 ഭീകരരെ വധിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബാഗ്പൂരിലും ഹാദിപൂരയിലും അതുപോലെ തന്നെ റിയാസിയിലും ഒക്കെ ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസം. മാത്രമല്ല ജിൽബി, ഈ നോട്ട് നിരോധനത്തിന് ശേഷം ഭീകരാക്രമണങ്ങൾ കുറയും എന്നായിരുന്നു നോട്ട് നിരോധിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന അവകാശവാദം. 370-ാം വകുപ്പ് എടുത്ത് മാറ്റുന്ന ഘട്ടത്തിലും കശ്മീരിൽ ഭീകരാക്രമണത്തെ വലിയ അർത്ഥത്തിൽ പ്രതിരോധിക്കാനാകുമെന്നൊക്കെയായിരുന്നു മോദി സർക്കാരിൻ്റെ വാദം. അതൊക്കെ പൊളിയുകയാണ്. പ്രത്യേകിച്ച് ഈ ഉറിയിൽ നേരത്തെയും ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പട്ടാളക്കാർക്ക് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? സൈന്യത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ കൂടി? അജിൻഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ആയിരുന്നു കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒക്കെ നടത്തിയിരുന്നതെങ്കിലും ഇപ്പോൾ ഭീകരാക്രമണങ്ങൾ വലിയ രീതിയിൽ ജമ്മു കാശ്മീരിൽ തുടരുന്നതാണ്, അല്ലെങ്കിൽ അത് ഇപ്പോൾ ഉണ്ടാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണമായിട്ട് വന്നിരിക്കുന്നത് 2 ഭീകരരെ വധിച്ചു എന്നുള്ളത് മാത്രമാണ്. പ്രദേശത്ത് സുരക്ഷാ സേന വളഞ്ഞ് അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത്. ശരി ജിൽബിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകുന്നത്. ജമ്മു കാശ്മീരിൽ അടുത്തിടെ നിരവധി ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോഴിതാ ഉറിയിൽ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിക്കാനായിട്ടുണ്ട്. വലിയ പ്രതിസന്ധി ആ അർത്ഥത്തിൽ പല വാർത്തകളിലൂടെയും എത്തുന്നു കാശ്മീരിൽ നിന്ന് എന്നുള്ളത് കൂടിയാണ് ചേർത്ത് വായിക്കേണ്ടത്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ജിൽബി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.